നാസ അടിമാലിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന വീഡിയോ SMBS പവർ സപ്ലൈയുടെ, അതായത് CRT TV SMBS പവർ സപ്ലൈയുടെ റെഗുലേറ്റർ സെക്ഷൻ എന്നാൽ എന്താണ്, അതുപോലെ തന്നെ റെഗുലേറ്റർ സെക്ഷനിൽ ഫാൾട്ട് വന്നാൽ നമുക്ക് TV എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു സാധാരണ നമുക്ക് ലോക്കൽ കിറ്റിൻ്റെ SMBS പവർ സപ്ലൈ ആണ്. SMBS പവർ സപ്ലൈ നമ്മൾ മറിച്ച് നോക്കുന്നുണ്ട്. ഇവിടെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ TV ഓൺ ചെയ്തുകൊണ്ട് ഈ SMBS പവർ സപ്ലൈ നിങ്ങൾ ലൈവായിട്ട് വരുന്ന ഭാഗത്ത് അറിയാതെ ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്താൽ ഷോക്ക് അടിക്കുക, അതുപോലെ തന്നെ നമുക്ക് അപകടം ഉണ്ടാവുകയും ചെയ്യാം. അല്ലെങ്കിൽ ഈ ലൈവായിട്ട് വരുന്ന ഭാഗം, ഈ ഹീറ്റ് സിങ്കൊക്കെ SMBSൻ്റെ ലൈവായിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഹീറ്റ് സിങ്കിലൊന്നും ഒരു കാരണവശാലും കൈ ടച്ച് ചെയ്യാൻ പാടില്ല. നമുക്കിവിടെ AC വോൾട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഡിഗാസിംഗ് കോയിലേക്കുള്ളതാണ്. കാരണം ഡിഗാസിംഗ് കോയിലേക്കുള്ളത് ഇവിടെ PTC കിടപ്പുണ്ട്, റെക്ടിഫയർ ഇവിടെ കിടക്കുന്നു. ഇപ്പോൾ AC വോൾട്ട് ഫ്യൂസിൽ കൂടി, ലൈൻ ഫിൽറ്ററിൽ കൂടി ഈ റെക്ടിഫൈ ചെയ്താണ്, ബ്രിഡ്ജ് റെക്ടിഫൈ ചെയ്ത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് 300 വോൾട്ട് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നു. ആ മെയിൻ ഫിൽറ്ററിങ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 100 മൈക്രോഫാരഡ് 400 വോൾട്ട് അല്ലെങ്കിൽ 450 വോൾട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന SMBSൽ ഇവിടെ സ്വിച്ചിങ് ട്രാൻസ് അല്ല വന്നിരിക്കുന്നത്. ഇത് ഒരു STR ആണ്. ആ നമ്പർ നിങ്ങൾക്ക് കാണാമായിരിക്കാം. അപ്പം ഇവിടെ STR IC ആണ് വന്നിരിക്കുന്നത്. അപ്പം SMBSൻ്റെ റെഗുലേറ്റർ സെക്ഷൻ ഞാനൊന്ന് ഈ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ റെഗുലേറ്ററായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ട്രാൻസിസ്റ്ററും ഒപ്റ്റോ കപ്ലറും, അതുപോലെ ഒരു പ്രീസെറ്റ് ഉണ്ട്. ഈ പ്രീസെറ്റ് നമുക്ക് തിരിച്ച് വേരി ചെയ്യാം. അതുപോലെ ഇവിടെ 1, 2, 3, 4, 5 റെസിസ്റ്റൻസും ഒരു സൈനഡോയിഡും. അപ്പോൾ ഇവിടെ റെഗുലേറ്റർ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഏതാണ്ട് ഇവിടെ 3 റെസിസ്റ്റൻസ്, ഇവിടെ ചെറിയ 2 റെസിസ്റ്റൻസ്, ഈ 3, 2, 5 റെസിസ്റ്റൻസും ഒരു സൈനഡോയിഡും ഒരു പ്രീസെറ്റും അതുപോലെ ട്രാൻസിസ്റ്ററും. ഇവിടെ ഒരു പ്രീസെറ്റ് ഉണ്ട്. ഈ പ്രീസെറ്റ് തിരിച്ചാണ് നമ്മൾ വോൾട്ടേജ് കറക്റ്റ് 110 വോൾട്ട് സെറ്റ് ചെയ്യുന്നത്. അതായത് ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് സെക്ഷനിലേക്കൊക്കെ വേണ്ട വോൾട്ടേജ് 110 വോൾട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഇതാണ്. അപ്പം വോൾട്ടേജ് അല്പം കുറഞ്ഞിരുന്നാൽ പിക്ചറിൻ്റെ വിത്ത് കുറഞ്ഞിരിക്കും. വിത്ത് എന്ന് പറഞ്ഞാൽ വീതി കുറവായിരിക്കും. ഇപ്പോൾ ഒരു TV ഓൺ ചെയ്തിട്ട് വീതി കുറവാണെങ്കിൽ ചിലപ്പോൾ വോൾട്ടേജ് കറക്റ്റാണോ എന്ന് നോക്കണം. വോൾട്ടേജ് കുറവാണെങ്കിൽ പ്രീസെറ്റ് തിരിച്ച് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുക. വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ടും കൂടുന്നില്ലെങ്കിൽ ഈ 110 വോൾട്ട് ഫിൽറ്ററിങ് കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മാറ്റി വെച്ച് നോക്കുക. അതായിരിക്കാം 110 വോൾട്ട് കുറവായിട്ട് വന്നാലുള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇതിൻ്റെ റെഗുലേറ്റർ സെക്ഷൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ ഈ ബോർഡൊന്ന് മറിച്ച് നോക്കാം. റെഗുലേറ്റർ വരുന്നത് ബോർഡ് മറിച്ച് നോക്കുമ്പം ഇത് ലൈവായിട്ടുള്ള ഭാഗമായിരിക്കാം. എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ ആൻഡ് ഫിൽറ്ററിങ്, പിന്നെ ആ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്ന സെക്ഷൻ. ഇവിടെ STR എന്ന് പറയുന്ന IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ IC ആണ് സ്വിച്ച് ചെയ്ത് ഇത് ചോപ്പർ ട്രാൻസ്ഫോറിൻ്റെ പ്രൈമറി എന്ന് പറഞ്ഞ 110 വോൾട്ട് 300 വോൾട്ട് പ്ലസ് ഇതിൻ്റെ വൈൻഡിങ്ങിൽ വന്ന് അടുത്ത വൈൻഡിങ്ങിൽ കൂടിയാണ് നമുക്ക് STR ICയിലെ പിന്നിലേക്കും. അതുപോലെ SMBSയും യൂസ് ചെയ്യാവുന്ന പ്രിൻ്റാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് SMBSയിൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് അങ്ങനെ ആക്കാം. ഇപ്പോൾ ഇവിടെ STR ആണ് കിട്ടുന്നത്. STRന് 3, 3, 6 പിൻ കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഔട്ട്പുട്ട് വരുന്ന ഭാഗം നമുക്ക് എത്ര ഔട്ട്പുട്ടുണ്ട്, ഇവിടെ 1, 2, 3, 4 ഔട്ട്പുട്ടുണ്ട്. എന്ന് വെച്ചാൽ 4 റെക്ടിഫയർ ഇവിടെ കിടപ്പുണ്ട്. 4 റെക്ടിഫയറിന് ഫിൽറ്ററിംഗ് ഉണ്ട്. ഇതൊരു ഔട്ട്പുട്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന ഫിൽറ്ററിങ്, ഇവിടെ ഒരു ഫിൽറ്ററിംഗ് ഉണ്ട്. ആ ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അത് 100 മൈക്രോഫാരഡ്, നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. 2 കപ്പാസിറ്റർ ഇട്ടിരുന്നത് 100 മൈക്രോഫാരഡിൻ്റെ 160 വോൾട്ട്, അതായത് 160 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററാണ് ഇവിടെ ഫിൽറ്ററിംഗ് ഇട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫിൽറ്ററിംഗ് കപ്പാസിറ്ററാണ് ഇവിടെ വരുന്നത്. ഈ 110 വോൾട്ട് വന്ന ശേഷം ഇവിടെ ഒരു ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ വരുന്നു. അവിടെ നിന്നൊരു 1 ohms, ഇവിടെ ഒരു ഫിൽറ്ററിങ്, അവിടെ നിന്നൊരു 1 ohms ഇട്ട് ഇവിടെ ഫിൽറ്ററിങ്, അവിടെ 110 ഇവിടെ വന്നു. അടുത്ത സ്വിച്ചിങ് ട്രാൻസിൻ്റെ കളക്ടറിലേക്ക് ഈ ഇത് ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് ട്രാൻസ് ആണ്.
ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് ട്രാൻസിൻ്റെ കളക്ടറിലേക്കാണ് ഈ 110 വോൾട്ട് വന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അതുപോലെ തന്നെ ഈ 110 വോൾട്ട് സപ്ലൈ ഡയറക്റ്റ് ഇവിടെ ഒരു 1 ohms റെസിസ്റ്റൻസ് ഉണ്ട്. 1 ohms റെസിസ്റ്റൻസ് വഴിയാണ് ഹൊറിസോണ്ടൽ ഔട്ട്പുട്ടിലേക്ക് പോയിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഷോർട്ട് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഓപ്പൺ ആയിക്കോളും. ഇവിടെ SMPS വർക്ക് ചെയ്യും, 110 വോൾട്ട് കളക്ടറിൽ വരില്ല. ട്രാൻസിസ്റ്റർ ഷോർട്ടായാലും LOT ഷോർട്ടായാലും അങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ 110 വോൾട്ട് സപ്ലൈയിൽ നിന്നാണ് ഇവിടെ ഈ പ്രിൻ്റ് വഴി ഇവിടുന്ന് ഒരു 4 റെസിസ്റ്റൻസുകളുണ്ട് റെഗുലേറ്റർ സെക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ റെഗുലേറ്ററിൽ ഒരു പ്രീസെറ്റും ഒരു റെഗുലേറ്റർ ട്രാൻസിസ്റ്ററും ഒരു ഒപ്റ്റോ കപ്ലറും ഉണ്ട്. അതാണ് ഒപ്റ്റോ കപ്ലർ ഇവിടെ മറിച്ച് കാണിക്കാം. അപ്പം റെഗുലേറ്റർ സെക്ഷനിൽ ഇവിടെ 5 റെസിസ്റ്റൻസും സൈനഡോയിഡ് ട്രാൻസിസ്റ്റർ പ്രീസെറ്റ് ഒപ്റ്റോ കപ്ലർ ഇത്രയും ഭാഗമാണ് ഈ റെഗുലേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ STR IC വന്നുള്ള സർക്യൂട്ടിൽ റെഗുലേറ്ററിൽ ഫാൾട്ട് വന്നാൽ നമുക്കത് എന്തായിരിക്കും സിംറ്റംസ്? അത് വോൾട്ടേജ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ചില വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് കിട്ടുകയില്ല, ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. SMPS പവർ സപ്ലൈ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഈ STRന് പകരം സ്വിച്ചിങ് ട്രാൻസിസ്റ്ററും ഇതിൻ്റെ അകത്ത് വരുന്ന റെഗുലേറ്ററും ഓസിലേറ്ററൊക്കെ വരുന്ന ട്രാൻസിസ്റ്ററുകളെല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഒരു പവർ സപ്ലൈ ആണെങ്കിൽ ഈ റെഗുലേറ്റർ സെക്ഷനിൽ ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഓവർ വോൾട്ട് വരികയും ആ ഓവർ വോൾട്ട് വന്നു കഴിഞ്ഞ് നമുക്ക് ഈ HO ട്രാൻസിസ്റ്റർ ഷോർട്ടായി പോവുകയും ചെയ്യാം. അതുമാത്രമല്ല ചിലപ്പോൾ ഈ ഔട്ട്പുട്ടിലുള്ള 110 വോൾട്ട് ഫിൽറ്ററിങ് 100 മൈക്രോ ഫാരഡ് 160 വോൾട്ട് കപ്പാസിറ്റർ ഡാമേജ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഓവർ വോൾട്ട് ആണെങ്കിൽ SMPS പവർ സപ്ലൈയിലാണെങ്കിൽ ഓവർ വോൾട്ടാണ് വരുന്നത്. പക്ഷേ STR പവർ സപ്ലൈയിലൊക്കെ ഓവർ വോൾട്ട് കുറവാണ്, വോൾട്ടേജ് ബ്ലിങ്ക് ചെയ്യും. നമുക്ക് ആ ഫാൾട്ട് ഒന്ന് ഇട്ട് നോക്കാം, ആ ഫാൾട്ടൊന്ന് കാണാം. ഇപ്പം ഞാനിവിടെ ഒരു 60 വാട്ടിൻ്റെ ഫിലമെൻറ്റ് ലാമ്പ്, സാധാരണ നിങ്ങൾ ഒരു കാരണവശാലും LED പോലെയുള്ള ലാമ്പോ CF ലാമ്പോ കണക്ട് ചെയ്യരുത്. കാരണം ഈ ഫിലമെൻറ്റ് ലാമ്പ് തന്നെയായിരിക്കണം പഴയ മോഡൽ, അത് 60 വാട്ടെങ്കിലും വേണം. കാരണം അവിടെ ഞാൻ 110 വോൾട്ട് ഔട്ട്പുട്ടിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. 110 വോൾട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഞാൻ ഈ SMPS വർക്ക് ചെയ്ത് റെക്ടിഫൈ ചെയ്തുള്ള വോൾട്ടേജാണ് LOTയിലേക്ക് വന്ന് അടുത്ത വൈൻഡിങ് വഴി ഇതിൻ്റെ കളക്ടറിൽ വരുന്നു. അപ്പോൾ ഒന്ന് കളക്ടറിൽ വരുന്ന പ്രിൻറ്റും ഒന്ന് എർത്ത് വരുന്ന പ്രിൻറ്റ്. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബോഡി എർത്താണ്. ഈ തിക്നെസ് കൂടിയ ഈ പ്രിൻ്റ് എർത്താണ്, അല്ലെങ്കിൽ ഈ HO ട്രാൻസിൻ്റെ എമിറ്റർ വരുന്നതും എർത്താണ്. നമുക്ക് എർത്ത് പ്രിൻ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നുവെച്ചാൽ ഒരു കാരണവശാലും 300 വോൾട്ടിൻ്റെ മൈനസ് പ്രിൻറ്റിലല്ല ഔട്ട്പുട്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യേണ്ടത്, അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഞാനിവിടെ 110 വോൾട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്ലഗ് കുത്തി ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഏതാണ്ട് 110 വോൾട്ട് സപ്ലൈ എത്ര വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ മൾട്ടിമീറ്ററും കൂടി എടുത്തിട്ട്, ഞാനിപ്പോൾ നിങ്ങൾക്ക് മീറ്റർ കാണാതിരിക്കാം, മീറ്റർ 250 വോൾട്ട് DCയിൽ ഇടാവുള്ളൂ. ഒരിക്കലും നിങ്ങൾ ACയിൽ ഇട്ടുകൊണ്ട് 110 വോൾട്ട് മെഷർ ചെയ്ത് കറക്റ്റായിട്ടുള്ള മെഷറിങ് കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ AC തന്നെ ഇടുക. ഞാനിവിടെ ഓൺ ചെയ്യുകയാണ്. ഇപ്പം കണ്ടോ ബൾബിൻ്റെ പ്രകാശം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കിയേ. അതാണ് 110 വോൾട്ടിൻ്റെ ലാമ്പ് ബ്രൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ വോൾട്ടേജും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെ മൈനസ് ഞാൻ കോമൺ ആയിട്ട് കണക്ട് ചെയ്തു. മൾട്ടിമീറ്റർ കാണാമോ നോക്കുക. മൈനസ് കണക്ട് ചെയ്തിട്ട് മൾട്ടിമീറ്ററിലേക്ക് നമുക്ക് 110 വോൾട്ട് സപ്ലൈ കറക്റ്റായിട്ടുണ്ട്. 110 വോൾട്ട് ഇവിടെ ഇച്ചിരി കൂടുതലായിട്ട് കാണിക്കുന്നത്. മീറ്റർ കറക്റ്റ് മെഷറിങ് ആയിരിക്കുകയില്ല, മീറ്ററിന് ചെറിയ ഡാമേജൊക്കെ കാണും. അതിൽ 110 വോൾട്ടിൽ അല്പം കൂടുതലുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ വോൾട്ടേജ് ഒന്ന് കുറയ്ക്ക്, ഇത് ഓഫ് ചെയ്തിട്ട് ഞാനിത് തിരിച്ച് വെച്ചുകൊണ്ട് തന്നെ മറിച്ച് വെച്ചുകൊണ്ട് തന്നെ ഒന്ന് വോൾട്ടേജ് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യുന്ന കാണിക്കാം. ഇവിടെ പോകുമ്പോൾ നിങ്ങൾ ആ ബൾബിൻ്റെ പ്രകാശം നോക്കുകയും ബൾബിൻ്റെ പ്രകാശം ഇനി ഈ മൾട്ടിമീറ്ററും കൂടെ ഞാൻ മൈനസ് കണക്ഷൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഹീറ്റ് സിങ്കിൽ ഇവിടെ ഒരിക്കലും മൈനസ് കണക്ട് ചെയ്താൽ 300 വോൾട്ടിൻ്റെ മൈനസാണ്. ഇവിടെ ഞാൻ മൈനസ് കണക്ട് ചെയ്തു. NASA Institute of Technology near Union Bank, Adimali. കാൽനൂറ്റാണ്ടായി ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് തികച്ചും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് ഹൈറേഞ്ചിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പുത്തൻ സാങ്കേതിക സംസ്കാരത്തിന് തുടക്കം കുറിച്ച് അടിമാലിയിലെ പ്രമുഖ സ്ഥാപനമായ നാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, വയറിംഗ് ആൻഡ് പ്ലംബിംഗ്, LED, LCD ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. മൊബൈൽ 9447826753.
നോക്കിയേക്കുക. ഇവിടെ 110 വോൾട്ട് വരുന്നത് ഈ റെക്ടിഫയർ ഡയോഡാണോ? ഇതല്ല, അത്രയല്ല, ഇതാണ് 110 വോൾട്ട്. ഈ 110 വോൾട്ട് നോക്കി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ മറിച്ച് വെക്കുമ്പോൾ ഡയോഡിൻ്റെ കാതോടി നോക്കുക. കാതോടി ഒരു വോൾട്ടേജ് നോക്കുമ്പോൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ടച്ച് ചെയ്താൽ ഈ 110 വോൾട്ട് 12 വോൾട്ട് പോകേണ്ട സർക്യൂട്ടിലേക്ക് പോയി ആ സർക്യൂട്ടിലുള്ള സ്പെയറുകളൊക്കെ ഡാമേജ് ആയി പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ വോൾട്ടേജ് കറക്റ്റായിട്ടൊന്ന് 110 വോൾട്ട് സെറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇപ്പോൾ വോൾട്ടേജ് ഇച്ചിരി കൂടുകയാണ് ചെയ്തത്. ആ മൾട്ടിമീറ്ററിൻ്റെ ലാമ്പിൻ്റെ പ്രകാശം കൂടി ഒന്ന് നോക്കിക്കുക. ഒന്ന് കാരണം വോൾട്ടേജ് സെറ്റ് ചെയ്യുമ്പോൾ കണ്ടോ വോൾട്ടേജ് കുറഞ്ഞു. ലാമ്പിൻ്റെ പ്രകാശം കൂടി വോൾട്ടേജ് സെറ്റ് ചെയ്യുമ്പോൾ വോൾട്ടേജ് കുറഞ്ഞു. ഇനി മൾട്ടിമീറ്ററിലേക്ക് നോക്കുക. ഇപ്പോൾ വോൾട്ടേജ് കൂടി. ഞാനൊരു 110 വോൾട്ട് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് വെക്കുവാണ്. കണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം 110 വോൾട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോൾട്ടേജ് അല്പം കൂടുതൽ. ഇനി ലാമ്പിൻ്റെ പ്രകാശം കൂടി നോക്കുക. അപ്പോൾ വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഈ പ്രീസെറ്റ് തിരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വോൾട്ടേജ് കൂടി, വോൾട്ടേജ് കുറച്ചൊരു 20% വരെ വോൾട്ടേജ് 20% വരെ വ്യത്യാസപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഒരുപാട് വോൾട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല, ചെറിയ മാറ്റം. ഇതാണ് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ്. ഈ പ്രീസെറ്റ് ഇരിക്കുമ്പോൾ വേരി ചെയ്യുന്നുണ്ട്. ഇപ്പം വോൾട്ടേജ് പവർ സപ്ലൈ ഇതിൻ്റെ കറക്റ്റാണ്. എന്ന് വെച്ചാൽ പ്രീസെറ്റ് ഇരിക്കുമ്പോൾ വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈ റെഗുലേറ്റർ ഭാഗമോ ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. ഇനി ഇങ്ങനെയുള്ള STR വെച്ചുള്ള സർക്യൂട്ടിൽ റെഗുലേറ്റർ ഭാഗത്ത് ഫാൾട്ട് വന്നാൽ എങ്ങനെയായിരിക്കും? നമുക്കൊരു ഫാൾട്ട് ഇടുവാണ്. ഞാനിപ്പം റെഗുലേറ്റർ സെക്ഷനിൽ ഒന്നെങ്കിലും ഒരു ഫാൾട്ട് ഇടാം. നമുക്ക് ഏതെങ്കിലും ഒരു ഫാൾട്ട് ഇടാം. ഒന്നെങ്കിൽ ഈ ട്രാൻസിഷൻ ഏതെങ്കിലും ബേസോ ഇമിറ്ററോ കളക്ടറോ ഡീസോൾഡർ നിർത്താം. ഒപ്റ്റോയുടെ പിന്നെ ഡീസോൾഡർ നിർത്താം. റെസിസ്റ്റൻസ് ഏതെങ്കിലും ഡിസ്കണക്ട് ചെയ്ത് നിർത്താം. ഞാൻ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഇടുവാണ്. ഇപ്പം മൾട്ടിമീറ്റർ 250 വോൾട്ടിലേക്ക് DC സെലക്ട് ചെയ്തു. 250 വോൾട്ട് DC നമുക്ക് വോൾട്ടേജ് നോക്കാം. മൾട്ടിമീറ്റർ കാണാം. ഇനിയും ഇവിടെ ഞാൻ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനസ് ഇവിടെ ഒരു ഹീറ്റ് സിങ്കിലേക്ക് മൈനസ് കണക്ട് ചെയ്തു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്യുമ്പം 300 വോൾട്ടിൻ്റെ ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ മൈനസ് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വോൾട്ടേജ് എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? ഞാൻ ഇവിടെ ഓൺ ചെയ്യുകയാണ്. 110 വോൾട്ട്. ഇപ്പോൾ റെഗുലേറ്ററിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇവിടെ 3 റെസിസ്റ്റൻസും 3, 2, 5 റെസിസ്റ്റൻസും ഒരു ട്രാൻസും ഒരു ഒപ്റ്റോ കപ്ലറും പ്രീസെറ്റുമേ വരുന്നുള്ളൂ. അതേതെങ്കിലും ഒരു സ്പെയർ ഡാമേജ് ആയി. ഇപ്പോൾ ഇവിടെ ഞാൻ റെഗുലേറ്ററിലേക്ക് ഈ റെസിസ്റ്റൻസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ആ റെസിസ്റ്റൻസ് ഒപ്റ്റോയിലേക്ക് വരുന്നതാണ്. ഈ റെസിസ്റ്റൻസാണ് ഡീസോൾഡറിൽ നിർത്തിയിരിക്കുക. ഇപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ബൾബിൻ്റെ പ്രകാശം ഇതാണ്. ബൾബിൻ്റെ പ്രകാശം നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുക. ഇങ്ങനെ LOT എടുക്കുകയാണ് ഈ അവസ്ഥയിൽ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ മൾട്ടിമീറ്റർ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, 110 വോൾട്ട് വരുന്നില്ല. അവിടെ ഒരു വളരെ കുറച്ച് വോൾട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മൾട്ടിമീറ്റർ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതായത് ഇവിടെ ഒരു 50 വോൾട്ട് 60 വോൾട്ട് വരെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമാക്കാനായിട്ട് ഒരു ബൾബ് കണക്ട് ചെയ്ത് നോക്കിക്ക്. ആ ബൾബിൻ്റെ പ്രകാശം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അവിടെ ബ്ലിങ്ക് ചെയ്യുകയാണ്. അങ്ങനെ ഈ റെഗുലേറ്റർ സെക്ഷനിൽ STR വെച്ചുള്ള പവർ സപ്ലൈയിൽ ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലിങ്കിങ് വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും റെഗുലേറ്റർ ഭാഗം മനസ്സിലാക്കുക. വളരെ എളുപ്പം തന്നെ റെഗുലേറ്റർ ഭാഗം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രീസെറ്റും അതുപോലെ തന്നെ ഒപ്റ്റോ കപ്ലർ ഉണ്ടെങ്കിൽ അതും, അതുപോലെ ട്രാൻസിഷൻ കാണും. അല്ലെങ്കിൽ ഒരു 3, 4, 5 റെസിസ്റ്റൻസും സൈനഡ് ഇടും. ഇത്രയും സ്പെയറുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. റിപ്പയർ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഗുലേറ്ററിലെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാം. ഒരിക്കൽ കൂടി പറയാം, റെഗുലേറ്റർ സെക്ഷൻ കംപ്ലയിൻറ്റ് ഒന്നും LOT ബൂസ്റ്റ് ചെയ്യുകയില്ല. നിങ്ങൾ വോൾട്ടേജ് നോക്കുമ്പം ബ്ലിങ്ക് ചെയ്യുന്ന വോൾട്ടേജാണ് കാണിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും റെഗുലേറ്റർ കംപ്ലയിൻ്റ് ആയിരിക്കാം. ഇനി നമുക്കിപ്പോൾ ഇതൊരു STR വെച്ചുള്ള റെഗുലേറ്ററിൻ്റെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. അടുത്തത് നമുക്ക് SMPS വെച്ചുള്ള ഒരു റെഗുലേറ്റർ ആകുമ്പോഴും എങ്ങനെയായിരിക്കാം സംഭവിക്കുന്നതെന്ന് നോക്കാം. SMPS വെച്ചുള്ള റെഗുലേറ്ററിൽ മിക്കവാറും റെഗുലേറ്റർ സെക്ഷനിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓവർ വോൾട്ട് വരുവാണ്. ഓവർ വോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ അഥവാ H-ഔട്ട് എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫർ ഷോർട്ടായി പോവുകയും നിങ്ങൾ വീണ്ടും ആ ട്രാൻസ്ഫർ ചെക്ക് ചെയ്ത് ഷോർട്ടായി കണ്ടാൽ വീണ്ടും വേറൊരെണ്ണം റീപ്ലേസ് ചെയ്താൽ അത് വീണ്ടും ഷോർട്ടായി പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ബൾബ് കണക്ട് ചെയ്ത് വോൾട്ടേജ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ H-ഔട്ട് ട്രാൻസ്ഫർ ഷോർട്ടായി വന്നാൽ വേറൊരു ട്രാൻസ്ഫർ ഇടാവുള്ളൂ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ഷോർട്ടായി വന്നാൽ ആ ട്രാൻസ്ഫർ റീപ്ലേസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബൾബ് ലോഡ് ചെയ്ത് പവർ സപ്ലൈ കറക്റ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം വേറെ ട്രാൻസ്ഫർ റീപ്ലേസ് ചെയ്യാവുള്ളൂ. ഓക്കെ.